കർത്താവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായനാ ഭാഗം പുറപ്പാട് 28-29 അധ്യായങ്ങൾ. പുറപ്പാട് 28 ഈ അധ്യായം പുരോഹിത ശുശ്രൂഷയുടെ സ്ഥാപനം സംബന്ധിച്ചാണ്. പ്രത്യേകിച്ച് അഹ്റോനും അവൻ്റെ പുത്രന്മാരും ദൈവസന്നിധിയിൽ സേവിക്കേണ്ട വിധം. ദൈവം മോശയോട് പുരോഹിതന്മാർ ധരിക്കേണ്ട വിശുദ്ധ വസ്ത്രങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നു. എഫോദ്, പതക്കം, അങ്കി, കുപ്പായം, മുടി, കച്ച ഇവയെല്ലാം വിലപ്പെട്ട വസ്തുക്കളാൽ നിർമ്മിക്കണം. എഫോദിൻ്റെ ഭുജങ്ങളിൽ 2 ഓനിക്സ് കല്ലുകൾ സ്ഥാപിക്കണം. അവയിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരുകൾ കൊത്തിയിരിക്കും. ഇതിലൂടെ പുരോഹിതൻ ജനങ്ങളെ ദൈവസന്നിധിയിൽ ചുമന്നുകൊണ്ടിരിക്കുന്നു എന്ന ആശയം പ്രകടമാകുന്നു. നെഞ്ചുപട്ടത്തിൽ 12 രത്നങ്ങൾ ഓരോ ഗോത്രത്തെയും പ്രതിനിധീകരിക്കുന്നു. ഇത് ഹൃദയത്തിന്മേൽ ധരിക്കപ്പെടുന്നു. ഊറീമും തുമ്മീമും ഇവ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നതിനുള്ള മാർഗമായി ഉപയോഗിക്കപ്പെട്ടു. അങ്കിയുടെ താഴെ മണികളും മാതളനാരങ്ങയുടെ രൂപങ്ങളും ഉണ്ടാകും. പുരോഹിതൻ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവയുടെ ശബ്ദം കേൾക്കാൻ മുടിയണിയത്തിന്മേൽ യഹോവയ്ക്ക് വിശുദ്ധം എന്നെഴുതിയ പൊൻപട്ടം ഉണ്ടാകും. ഈ അധ്യായം ഒരു വലിയ ആത്മീയ സത്യത്തെ വെളിപ്പെടുത്തുന്നു. പുരോഹിതൻ പ്രതിനിധിയാണ്. അവൻ ദൈവത്തിനും ജനങ്ങൾക്കും ഇടയിൽ നിൽക്കുന്നവനാണ്. ഭുജങ്ങളിലും ഹൃദയത്തിലും പേരുകൾ വഹിക്കുന്നത് ഉത്തരവാദിത്വവും സ്നേഹവും ഒരുപോലെ സൂചിപ്പിക്കുന്നു. ഈ വസ്ത്രങ്ങളുടെ ഭംഗിയും കൃത്യതയും നമ്മെ പഠിപ്പിക്കുന്നത് ദൈവസേവനം വിശുദ്ധവും മഹത്വവുമുള്ളതാണ്. അതൊരു സാധാരണ ജോലിയല്ല. യഹോവയ്ക്ക് വിശുദ്ധം എന്ന എഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കണം. ഊറീമും തുമ്മീമും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങൾ മനുഷ്യബുദ്ധിയല്ല, ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം അടിസ്ഥാനമായിരിക്കണം. ഇന്ന് നമ്മളെല്ലാവരും ഒരു വിധത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ദൈവത്തെ കാണിക്കുന്ന ഒരു ജീവിക്കുന്ന സാക്ഷ്യം ആകണം. നമ്മൾ മറ്റുള്ളവരെ പ്രാർത്ഥനയിലും സ്നേഹത്തിലും വഹിക്കുന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ടുന്നതാണ്. ഈ അധ്യായം നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് വിളിക്കുന്നു. വാക്കുകളിൽ മാത്രമല്ല, ജീവിതശൈലിയിൽ തന്നെ ദൈവഭക്തി പ്രകടമാകണം. നമ്മുടെ തീരുമാനങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടേതായ ചിന്തകളിൽ ആശ്രയിക്കുന്നുണ്ടോ? ഈ ചോദ്യവും ഇവിടെ ഉയരുന്നു. പുറപ്പാട് 29 അധ്യായത്തിൽ അഹ്റോനും അവൻ്റെ പുത്രന്മാരും പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യപ്പെടുന്ന ചടങ്ങുകളുടെ വിശദാംശങ്ങളാണ് കാണുന്നത്. ആദ്യം അവർ വെള്ളത്തിൽ കഴുകപ്പെടുന്നു, ശുദ്ധീകരണത്തിൻ്റെ അടയാളമായി. തുടർന്ന് വിശുദ്ധ വസ്ത്രങ്ങൾ ധരിക്കുന്നു. പാപയാഗമായി ഒരു കാളയും ഹോമയാഗമായി ഒരു ആട്ടുകൊറ്റനും അഭിഷേകയാഗമായി മറ്റൊരു ആട്ടുകൊറ്റനും അർപ്പിക്കപ്പെടുന്നു. ആട്ടുകൊറ്റൻ്റെ രക്തം പുരോഹിതന്മാരുടെ ചെവിയിലും വിരലിലും കാലിലും പുരട്ടുന്നു. ഇതവരുടെ കേൾവിയും പ്രവൃത്തിയും ജീവിതപാതയും ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അവരെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവരെന്ന അടയാളമായി. അവസാനത്തിൽ ദിവസേന 2 ആട്ടിൻകുട്ടികളെ യാഗമായി അർപ്പിക്കേണ്ടുന്നതിനുള്ള നിർദ്ദേശം നൽകുന്നു. ഈ യാഗങ്ങളിലൂടെ ദൈവം തൻ്റെ സാന്നിധ്യം അവരുടെ ഇടയിൽ സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഈ അധ്യായം ശുദ്ധീകരണവും സമർപ്പണവും എന്ന ആശയം ശക്തമായി ഉന്നയിക്കുന്നു. ദൈവസേവനത്തിന് മുമ്പ് ഉള്ളിലെ ശുദ്ധീകരണം അനിവാര്യമാണ്. രക്തം ചെവിയിലും കൈകളിലും കാലുകളിലും പുരട്ടുന്നത് വളരെ ആഴമുള്ള സന്ദേശമാണ്. നാം കേൾക്കുന്നതും ചെയ്യുന്നതും നടക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ദൈവത്തിന് കീഴ്പ്പെട്ട് ആയിരിക്കണം. ദിവസേനയുള്ള യാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആത്മീയ ജീവിതം ഒരു ഇടയ്ക്കിടെ നടക്കുന്ന അനുഭവമല്ല, അത് തുടർച്ചയായ സമർപ്പണമാണ്. ദൈവം തൻ്റെ ജനങ്ങളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ ദൂരെയുള്ളവനല്ല, മനുഷ്യനുമായി ബന്ധം ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇന്നത്തെ കാലത്ത് ഈ അധ്യായം നമ്മോട് പറയുന്നത് ദൈവസേവനം ആന്തരികമായ മാറ്റം ആവശ്യപ്പെടുന്നു. പുറത്തുള്ള പ്രവർത്തനങ്ങൾ മാത്രം മതിയാവില്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലയും, ചിന്തകൾ, പ്രവൃത്തികൾ, തീരുമാനങ്ങൾ ദൈവത്തിന് കീഴ്പ്പെടുന്നുണ്ടോ? ദിവസേനയുള്ള ആത്മീയ അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥന, വചനധ്യാനം നമ്മുടെ ജീവിതത്തിൽ സ്ഥിരമാണോ? ഈ അധ്യായം നമ്മെ ഒരു സമ്പൂർണ്ണ സമർപ്പിത ജീവിതത്തിലേക്ക് വിളിക്കുന്നു. ഭാഗികമായല്ല, മുഴുവനായും. ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ജീവിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ സ്നേഹത്തോടും ഉത്തരവാദിത്വത്തോടും വഹിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിന് സമർപ്പിതമാണോ, അല്ലെങ്കിൽ ചില മേഖലകൾ മാത്രമോ? ഈ ചിന്തകൾ നാം ചിന്തിച്ചാലും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.